Hello friends, welcome back to the Python programming series presented by Aspire IT Academy. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഇൻ പൈത്തൺ ആണ്. സോ എന്താണ് ഒരു ഫങ്ഷൻ, എങ്ങനെയാണ് ഒരു ഫങ്ഷൻ നമ്മൾ പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ എടുക്കാം. ഒരു റിയൽ വേൾഡ് എക്സാമ്പിളിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു കമ്പനി ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ഒരു കമ്പനിയിലെ എംപ്ലോയീസിന് ഡിഫറെൻറ്റ് ടാസ്കുകൾ കൊടുത്തിട്ട് ഓരോ എംപ്ലോയീസ് ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു എൻറ്റയർ പ്രോജക്റ്റ് അവർ ഫിനിഷ് ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടാസ്കുകളെ നമുക്ക് ഫങ്ഷൻസ് എന്ന് വിളിക്കാം. ഓരോ ടാസ്കുകളും ഓരോരോ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഓരോ ഫങ്ഷനും നമ്മൾ ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്യൂട്ടികൾ ആ ഫങ്ഷൻസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇതാണ് സിമ്പിളായിട്ട് ഒരു ഫങ്ഷൻസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പൈത്തൺ പ്രോഗ്രാമിൽ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യണം. സോ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കീവേഡ് ഡെഫ് എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്. DEF ആൻഡ് അലോങ് വിത്ത് ഡെഫ് ഫങ്ഷൻ്റെ നെയിം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിം നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ഗ്രീറ്റിംഗ് ഒരു നെയിം കൊടുത്തതാണ്, ഡെഫ് ഗ്രീറ്റിംഗ്, ആൻഡ് ഗ്രീറ്റിംഗ് ഈസ് ദ നെയിം ഓഫ് ഫങ്ഷൻ. നെയിമിന് ശേഷം നമ്മൾ പരാന്തസിസ് കൊടുക്കണം. ഇത് ഫങ്ഷൻ്റെ ഡെഫിനിഷനാണ് ഈ ഒരു പരാന്തസിസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അലോങ് വിത്ത് ദ ഫങ്ഷൻ നെയിം യൂസ് എ ഫുൾ കോളൻ. അപ്പോൾ ഡെഫ് കീവേഡ് കൊടുക്കുക, ഫങ്ഷൻ നെയിം പാസ് ചെയ്യുക ആൻഡ് ഫുൾ കോളൻ യൂസ് ചെയ്യുക. ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഫങ്ഷന് രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്ന് ഫങ്ഷൻ ഡെഫിനിഷനും മറ്റൊന്ന് ഫങ്ഷൻ കോളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ഫങ്ഷൻ ഡെഫിനിഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രീറ്റിംഗ് എന്നുള്ള ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വിത്തിൻ ദ ഗ്രീറ്റിംഗ് ഫങ്ഷൻ, അതായത് ഇൻസൈഡ് ദ ഗ്രീറ്റിംഗ് ഫങ്ഷൻ എന്തെങ്കിലും ഒരു ഫങ്ഷൻ സ്യൂട്ട് എഴുതി കൊടുക്കാം. ഫങ്ഷൻ സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീറ്റിംഗ് ഫങ്ഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടാസ്ക് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. സോ ഞാനിവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പ്രിൻറ്റ് ഹലോ. എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ പ്രിൻറ്റ് ഹലോ കൊടുത്തു ആൻഡ് ഹായ് പൈത്തൺ കൊടുത്തു. ഓക്കെ, രണ്ട് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ ദ ഗ്രീറ്റിംഗ് ഫങ്ഷനിനകത്ത് ഞാൻ കൊടുത്തു. സോ ഗ്രീറ്റിംഗ് എന്നുള്ള ഫങ്ഷൻ്റെ ഡ്യൂട്ടി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് ഫങ്ഷനെ കോൾ ചെയ്യുക. സോ ഒരു ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യേണ്ടത് എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ്, അതായത് ഔട്ട്സൈഡ് ദ ഫങ്ഷനിലാണ് നമ്മളിപ്പോൾ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഫങ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻ്റെ നെയിം അലോങ് വിത്ത് പരാന്തസിസ്, ഇതാണ് ഒരു ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് sample.py ആണല്ലോ. ഞാനിത് റൺ ചെയ്യുന്ന സമയത്ത് sample.py റൺ ചെയ്യുമ്പോൾ ആദ്യമായി എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഡെഫിനിഷൻ ആയിരിക്കും. ബട്ട് ഇതിനകത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യില്ല. എപ്പോഴായിരിക്കും ഈ ഫങ്ഷൻ സ്യൂട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? whenever the function calls executes. ആ ഒരു ഗ്രീറ്റിംഗ് എന്നുള്ള ഫങ്ഷൻ കോൾ കാണുന്ന സമയത്ത് ഫങ്ഷൻ്റെ കൺട്രോൾ അല്ലെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഈ ഒരു ഗ്രീറ്റിംഗ് എന്നുള്ള ഫങ്ഷനിലേക്ക് പോകും. ദെൻ അതിനകത്തുള്ള ഫങ്ഷൻ സ്യൂട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഹലോയും ആൻഡ് ഹായ് പൈത്തൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇത് റൺ ചെയ്തു ആൻഡ് റിസൾട്ട് ഈസ് ഹലോ ഹായ് പൈത്തൺ. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് ദീസ് ഫങ്ഷൻ കോൾ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്കുകളെ നമ്മൾ
എന്താ പറയുക, ഒന്ന് സ്ട്രക്ചർ ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോരോ ഫങ്ഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ഈ ഫങ്ഷനെ കോൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഗ്രീറ്റിംഗ് എന്നുള്ളൊരു ഫങ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടു. ഈ ഒരു പ്രോഗ്രാമിൽ ഇനിയും ഞാൻ കുറേ ലൈൻസ് ഓഫ് കോഡുകൾ എഴുതി. ആൻഡ് ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്ക് വീണ്ടും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ആവശ്യമായിട്ട് വരുവാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എൻറ്റയർ ഫങ്ഷൻ എഴുതേണ്ട കാര്യമില്ല. പകരം എവിടാണോ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമുള്ളത് അവിടെ ഈ ഫങ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഞാൻ അടുത്ത ഒരു എക്സാമ്പിൾ ഒരു ഫങ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ആഡ്. അപ്പോൾ ആഡ് എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്നത് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ളൊരു ഫങ്ഷനാണ്. സോ ഡിഫൈൻ ചെയ്യുന്ന ടൈമിൽ ആഡ് എന്നുള്ള ഫങ്ഷനിൽ ഞാൻ 2 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് a, b. So here a and b are the parameters of function add. Okay, and c equal to a plus b, then print c. So 2 numbers അല്ലെങ്കിൽ 2 വേരിയബിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് a and b. അത് ഞാൻ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്തു. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് a and b. a and b നമ്മൾ സം ചെയ്ത റിസൾട്ട് സിയിൽ സ്റ്റോർ ചെയ്തു ആൻഡ് സി പ്രിൻ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ 2 ഫങ്ഷൻസ് ടോട്ടലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രീറ്റിംഗ് ആൻഡ് മറ്റൊന്ന് ആഡ്. ആൻഡ് ഞാനിവിടെ കോൾ ചെയ്യുന്ന ഫങ്ഷൻ ഈസ് ആഡ്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് we have some error missing 2 required positional arguments a and b. എന്തായിരിക്കും ഈ ഒരു എറർ മീൻ ചെയ്യുന്നത്? നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് a and b പാസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വാല്യൂസ് ഒന്നും പാസ് ചെയ്തിട്ടില്ല. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ കോളിൽ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂസിനെയാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുക. അതായത് ഇവിടെ ആഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ കോൾ ഇതാണ്. ഓക്കെ, ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഫംഗ്ഷൻ കോളിൽ 2 ആർഗ്യുമെൻറ്റ്സ് ഞാൻ പാസ് ചെയ്യണം. I am giving 40,60. എന്തുകൊണ്ടാണ് 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തത്? 2 പാരാമീറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്, a and b. സോ അതിന് മാച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് ഈസ് 40 and 60. അപ്പോൾ അതേ ഓർഡറിലായിരിക്കും അവിടെ അസൈൻമെൻറ്റ് നടക്കുക. 40 എയിലേക്ക് സ്റ്റോർ ചെയ്യും ആൻഡ് 60 ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. ആൻഡ് ദ റിസൾട്ട് വിൽ ബി 40 + 60, ദാറ്റ് ഈസ് 100. സോ ദ റിസൾട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ 100 ഇവിടെ കാണിക്കുന്നുണ്ട്. സോ പാരാമീറ്റേഴ്സ് എത്ര നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടോ അത്ര നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടാവണം ഫംഗ്ഷൻ കോളിൽ. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എംപ്റ്റി ആയിട്ടുള്ള ഫങ്ഷൻസും ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫംഗ്ഷനും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദെൻ പാരാമീറ്റേഴ്സും ആർഗ്യുമെൻറ്റ്സും പാസ് ചെയ്തിട്ടും ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജിനെ കുറിച്ചാണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, സപ്പോസ് ഞാനിവിടെ റിട്ടേൺ സി എന്ന് കൊടുക്കുകയാണ്. ആ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഞാൻ റിട്ടേൺ സി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്നത് സം വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റിട്ടേൺ ചെയ്യുന്നു, ഒരു ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്യുമ്പോൾ ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ റിട്ടേൺ ചെയ്തത് ആ വാല്യൂവിനെ ഫംഗ്ഷൻ കോളിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്, ആഡ് ഓഫ് 40,60. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് സി ആണ്. ആൻഡ് സി എവിടെ ഉണ്ടാവും? തിരിച്ച് ആ ഫംഗ്ഷൻ കോളിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് നമുക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഫംഗ്ഷൻ കോൾ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ആ സി എന്നുള്ള റിസൾട്ട് തിരിച്ച് ഫംഗ്ഷൻ കോളിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 100 കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു 100 എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ സി എന്നുള്ള വേരിയബിൾ എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്? ഫംഗ്ഷൻ കോളിലേക്ക് വന്നിട്ടുണ്ട്. സപ്പോസ് ഞാനിവിടെ റിട്ടേൺ സി കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടില്ല. ഇവിടെ നമുക്ക് നൺ എന്നുള്ള വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്, അതായത് നത്തിങ് ടു ബി റിട്ടേൺ അല്ലേ. സോ ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്ന പോയിന്റ്, മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. സപ്പോസ് ഞാൻ ഈ ഒരു ഫംഗ്ഷന് ഇപ്പോൾ അഡീഷൻ ആണല്ലോ ചെയ്യുന്നത്, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് സബ്ട്രാക്ഷൻ കൂടെ കൊടുക്കുകയാണ്. സോ ആഡ് _ സബ് എന്ന ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു.
ആൻഡ് സി ഈക്വൽ ടു എ പ്ലസ് ബി, ദെൻ ഡി ഈക്വൽ ടു എ മൈനസ് ബി കൊടുത്തു. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എറർ കാണിക്കുന്നത് ഫംഗ്ഷൻ്റെ പേര് ഞാൻ മാറ്റി കൊടുക്കണം. സോ ആഡ് അണ്ടർസ്കോർ സബ് കൊടുത്തു. ഓക്കെ, ദെൻ റിട്ടേൺ ചെയ്യുന്ന ടൈമിൽ റിട്ടേൺ സി കോമ ഡി. അറ്റ് എ ടൈം 2 വാല്യൂസ് ഞാൻ ഫംഗ്ഷൻ കോളിലേക്ക് റിട്ടേൺ ചെയ്തു, റിട്ടേൺ സി കോമ ഡി. സോ ഈ ഒരു ടൈമിൽ റിട്ടേൺ വന്ന വാല്യൂസിനെ എനിക്ക് ഇവിടെ ഒരു 2 വേരിയബിൾസിലേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എക്സ് കോമ വൈ ഈക്വൽ ടു ആഡ് അണ്ടർസ്കോർ സബ് ഓഫ് 40,60. അതായത് ഇവിടെ എക്സ് ആൻഡ് വൈ 2 വാല്യൂസിലേക്കാണ് റിട്ടേൺ വന്നിട്ടുള്ള ഈ സി ഡി എന്നുള്ള വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ റിസൾട്ട് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാം. പ്രിൻറ്റ് എക്സ് കോമ വൈ. യെസ്, 100 ആൻഡ് -20. അതായത് എക്സിൽ സി ആണ് റിട്ടേൺ ആയിട്ടുള്ളത്. സി എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സിൻ്റെ സമ്മ്, ദാറ്റ് ഈസ് 100. ആൻഡ് ഡിയിൽ എ മൈനസ് ബി, അതായത് -20 വരും. സോ ആ ഒരു ഡീനെ റിട്ടേൺ ചെയ്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് ഒരു ഫംഗ്ഷനിൽ നിന്നും റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇവിടെ റിട്ടേൺ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്താണോ റിട്ടേൺ ചെയ്തത് അത് ഫംഗ്ഷൻ കോളിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മൾ പഠിച്ച 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഫംഗ്ഷൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക, മൾട്ടിപ്പിൾ റിട്ടേൺസ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ പറഞ്ഞത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ ആപ്ലിക്കേഷനിലും നമ്മുടെ പ്രൊജക്റ്റുകളിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഒരു എൻറ്റയർ സ്ട്രക്ചറിങ് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ വെച്ചിട്ട് വളരെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിലെ എംപ്ലോയീസിന് ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഓരോ ഫംഗ്ഷനും നമ്മൾ ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ ആ ഫംഗ്ഷൻസിനെ കോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ്. സോ കോഡ് റീയൂസിങ് ആണ് ഒരു ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് ആ ഫംഗ്ഷൻസ് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. സോ കോഡ് റീയൂസബിലിറ്റി ആണ് ഒരു ഫംഗ്ഷൻ്റെ പ്രധാന അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, അതിനെ എങ്ങനെ കോൾ ചെയ്യുക, പാരാമീറ്റർ പാസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ് എന്താണ്, ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു സീരീസ് ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് പ്രീവിയസ് വീഡിയോസ് ഫോളോ ചെയ്താൽ ഞങ്ങളുടെ ബേസിക് ആദ്യത്തെ ടോപ്പിക്സ് തൊട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.